പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ കടന്നു വരികയാണ്. അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മധ്യയിൽ ഇറങ്ങി നിൽക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. എല്ലാവരും അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ചില മിനിറ്റുകൾ. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തികൾ പോലും ഇന്ന് രാത്രിയിൽ വായടച്ച് നിൽക്കരുത്. കൈയടിക്കേണ്ടവർക്ക് കൈയടിക്കാം, സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം. പക്ഷേ ഒരു വലിയ ആത്മസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടാകണം. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ. എല്ലാ പൈശാചിക പദ്ധതികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഉടച്ചു കളയുകയാണ്. എല്ലാ ഡിമോണിക് ഇൻഫ്ലുവൻസുകളെയും സൈറ്റനിക് ടാർഗറ്റുകളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവസഭയ്ക്ക് വിരോധമായി, ആത്മീക ശുശ്രൂഷകൾക്ക് വിരോധമായി ചലിക്കുന്ന സകല ഇരുളിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിക്കുകയാണ്. ദൈവമഹത്വം സ്തുതിക്കുന്നവരുടെ മേൽ, ആരാധിക്കുന്നവരുടെ മേൽ, കൈകളെ തട്ടുന്നവരുടെ മേൽ, അക്ഷരങ്ങളെ സ്തുതിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിൽ അടുത്തൊരു തലത്തിലേക്ക് ആത്മാവിൽ ഉയരാൻ കൊതിക്കുന്നവരുടെ മേൽ അഭിഷേകത്തിന്റെ തൈലവുമായി ആമേൻ അവരെ അഭിഷേകം ചെയ്യുവാൻ സ്വർഗം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഡീമൺ കം ഔട്ട്. അശുദ്ധാത്മാക്കൾ ശരീരവുമായി വെളിയെ വാ. പൈശാചിക ശക്തികൾ പുറത്തു വാ. അഭിഷേകത്തിന്റെ ശക്തിയോടെ ഞാൻ കൽപ്പിക്കുന്നു. ഡീമൺസ് കം ഔട്ട്. Yeah. Come out in the name of Jesus. Release up. നിന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ ഇന്ന് രാത്രിയിൽ സ്വർഗം മാറ്റിയെഴുതുന്ന, നിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതുന്ന ഒരു ആത്മീയ അനുഭവം വിശ്വസിക്കുന്ന നിന്റെ മേളിൽ ഇന്ന് രാത്രിയിൽ ദൈവം പകരുകയാണ്. ആത്മതലങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനെ, ദൈവം ഈ സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതിനെ വിസിബിൾ റിലത്തിൽ, കാണത്തക്ക നിലകളിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്യുകയാണ്. ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അത് ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഒന്നുകൂടെ പറയാം, പാസ്റ്റർ ഇമ്മാനുവൽ കെവിയോ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോ, ജെയ്സണോ, കർത്താവിൻ്റെ ദാസനോ, സജി പാസ്റ്ററോ, നമ്മളെല്ലാവരും എവ്രിവൺ, നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ മിടുക്ക് കൊണ്ടോ നമ്മളെന്തോ വലിയ സംഭവമായതുകൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു. ദൈവം ഒരുക്കിയതായിരുന്നു. ഈ ദൈവം ഒരുക്കുന്നത് ഈ ജഡത്തിലല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഒരുക്കുന്നതൊന്നും മാനുഷികമല്ല. ദൈവം ഒരുക്കുന്നതെല്ലാം ദൈവീകമാണ്. ദൈവം ഒരുക്കുന്നതൊന്നും ജഡീകമല്ല. ദൈവം ഒരുക്കുന്നതെല്ലാം ആത്മീകമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലൊരു യുദ്ധമുണ്ട്. ആത്മീകവും ജഡീകവും, ദൈവികവും പൈശാചികവും, ഈ മേഖലയിൽ ഒരു യുദ്ധമുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഇവിടെ കയറുമ്പോൾ ഈ ചെങ്ങന്നൂർ എന്ന പട്ടണത്തോടുള്ള ബന്ധത്തിൽ അതിശക്തമായി കയറി വരേണ്ട ഒരു മൂവാണ് നിങ്ങളുടെ ചർച്ച്. അതിശക്തമായി അത്രയും പ്രാർത്ഥനയും അത്രയും പ്രവചനങ്ങളും നിങ്ങളുടെ മേളിൽ കിടപ്പുണ്ട്. പക്ഷെ എവിടെയോ തടയപ്പെടുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം വെട്ടുകയാണ് എന്നറിയിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്നെ അയച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. In the mighty name of Jesus. കർത്താവേ, നീ എന്നെ വിളിച്ചിരിക്കുന്ന ആ അപ്പോസ്തോലിക് ഓഫീസിലേക്ക് ഞാൻ കയറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അവിടെ നിന്നുകൊണ്ട് ഈ സഭയ്ക്കെതിരെ, ഈ കൂട്ടത്തിനെതിരെ ശത്രു ഉയർത്തിയിരിക്കുന്ന സകല പദ്ധതികളെയും ഞാൻ ഉടച്ചു കളയുകയാണ്.
ഞാൻ ഈ പറഞ്ഞ ദൈവിക ആലോചനയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു മെസ്സേജ്, അതൊരു മെസ്സേജ് എന്നുള്ളതിനപ്പുറമായി ഒരു പ്രൊഫറ്റിക് മെസ്സേജ് ഞാൻ ഈ അറ്റ്മോസ്ഫിയറിൽ കൈമാറാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ 13 വാക്യങ്ങളും നിങ്ങൾ വായിച്ചാൽ മാത്രമേ ആ സംഭവം എന്ത് എന്ന് നിങ്ങൾക്ക് വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും കഴിയത്തുള്ളൂ. ആ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ബൈബിൾ തുറക്കുക. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശേത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. ദാവീദ് മെഫീബോശേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫീബോശേത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളൂ. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശേത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശേത്തിന് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫീബോശേത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫീബോശേത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു. രാജാവിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 4 രണ്ടും മുടന്തായിരുന്നു. താങ്ക് യു ഇമ്മാനുവൽ കെ ബി, താങ്ക് യു വെരി മച്ച്. ഇന്ന് രാത്രിയിൽ വായിച്ച ഈ വേദഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അരമണിക്കൂർ സമയം എൻ്റെ മുൻപിൽ വചന ശുശ്രൂഷയ്ക്കായി ഉണ്ട്. എന്നാൽ അതിനുശേഷം ചില ആത്മീക ശുശ്രൂഷകൾ കൂടെ ദൈവിക നിയോഗത്താൽ ഇവിടെ ചെയ്യേണ്ടതായി ഉണ്ട്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. 3-ാം വാക്യം വായിക്കുന്നു: ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. നിങ്ങൾ ഈ വേദഭാഗം വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ഒരു നിമിഷം ഇതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ദിവസം ഒരു കാരണവും ഇല്ലാതെ ദാവീദ് എന്ന രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു തോന്നൽ വരികയാണ്, ഒരു ചിന്ത വരികയാണ്. എനിക്ക്
ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. എൻ്റെ ദയയല്ല, എൻ്റെ കരുണയല്ല, എൻ്റെ കടാക്ഷമല്ല, എനിക്ക് ദൈവത്തിന്റെ ദയ ശൗലിന്റെ കുടുംബത്തോട് കാണിക്കണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദാവീദ് എന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും നന്മയല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിലരെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തണുപ്പും, എന്നാൽ മറ്റു ചിലരെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദനയും ആശങ്കകളും ഉളവാകാറുണ്ട്. ദാവീദിനോടുള്ള ബന്ധത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ശുശ്രൂഷയും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ ആക്രമിച്ച മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി നടന്ന, ദാവീദിനെ കൊന്നുകളയാൻ കുന്തമൂരി എറിഞ്ഞ, ദാവീദിനെ വകവരുത്തുവാൻ, തീർത്ത് കളയുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരനാത്മീയനായിരുന്നു ശൗൽ എന്ന മനുഷ്യൻ. അദ്ദേഹം ഇസ്രായേലിന്റെ രാജാവായിരുന്ന സമയത്ത് പോലും ആ മനുഷ്യൻ ദാവീദിന് എതിരായിരുന്നു. നമുക്കറിയാം, ശമൂവേൽ എന്ന പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തു. ശമൂവേൽ എന്ന പ്രവാചകൻ ശൗലിനെയും അഭിഷേകം ചെയ്തു. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ ദാവീദ് രാജാവല്ലായിരുന്നു. ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്തപ്പോഴും ശൗലും രാജാവല്ലായിരുന്നു. എന്നാൽ ആത്മതലത്തിൽ പ്രവചനവീര്യവുമായി നിൽക്കുന്ന ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തൻ ഇവരെ രണ്ടുപേരെയും വിളിച്ച് പ്രാർത്ഥിച്ച് ആത്മതലത്തിൽ ഡിക്ലെയർ ചെയ്ത ചില ഡിക്ലറേഷൻ നിമിത്തവും ആ തൈലക്കൊമ്പിൽ നിന്ന് പകർന്ന അഭിഷേകം നിമിത്തവും ദൈവത്തിന്റെ പദ്ധതി പ്രകാരവും ഇവർക്ക് രണ്ടുപേർക്കും രാജാവാകാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് രാത്രിയിൽ ആത്മതലത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ചില വാക്കുകൾ, നിങ്ങളിലേക്ക് പകരപ്പെടുന്ന അഭിഷേകം വെറുതെ പോകും എന്ന് ചിന്തിക്കരുത്. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദും രാജാവല്ലായിരുന്നു. ശമൂവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗലും രാജാവല്ലായിരുന്നു. പക്ഷെ ശമൂവേൽ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ, പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാജാവാകാതിരിക്കാൻ കഴിയുകയില്ല എന്ന സത്യം ഇത് രാത്രിയിൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് എസ്രായുടെ പ്രവചന പുസ്തകം 6:14 എഴുതിയിരിക്കുന്നത്, ഇദ്ദോവിന്റെ മകനായ സക്രിയാവും ഹഗ്ഗായിയും പ്രവചിച്ചു, അവർ പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. ചെങ്ങന്നൂക്കാർ ശബ്ദമുയർത്തി പറഞ്ഞേ, പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. അവർ പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. ഇന്ന് രാത്രിയിൽ ആത്മതലത്തിൽ നിനക്ക് വേണ്ടി ദൈവികമായ ഒരരുളപ്പാട് റിലീസാകുമ്പോൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത് ചിലത് ഇന്ന് രാത്രിയിൽ സ്വർഗം നിനക്ക് വേണ്ടി സാധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരം തുറന്ന് കർത്താവിന് നന്ദി പറയണം. ഇത് കർത്താവിന്റെ ദാസനെ ഒരിക്കലും നമ്മൾ നേടിയെടുക്കുന്നതല്ല. ഞാൻ വീണ്ടും സജിപ്പാസോട് പറയുന്നു, എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നമ്മൾ സ്വന്തമായി നേടിയെടുക്കുന്നതും ദൈവം നമുക്ക് നേടിയെടുത്തു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ കഴിവുകൊണ്ട് തന്നെത്താൻ പിടിക്കാൻ പോകുന്നതും, നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ, പ്രസൻസിൽ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് പിടിച്ചുകൊണ്ട് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കാറ്റ് കാണില്ല, നിങ്ങൾ മഴ കാണില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന് എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ, നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്റെ ചിന്തകൾക്കും ചിന്താഗതികൾക്കും അപ്പുറമായി, നിന്റെ വിചാരങ്ങൾക്ക് അപ്പുറമായി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചലിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഇതാണ് നിങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത്. സ്പിരിറ്റ് റിലത്തിൽ എനിക്കായി ചിലത് ട്രിഗർ ചെയ്യപ്പെടണം. ഇപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിനകത്ത്, അവന്റെ സ്പിരിറ്റിൽ എത്ര പേർ വിശ്വസിക്കുന്നു ദാവീദ് അഭിഷിക്തനാണെന്ന്? ഈ അഭിഷിക്തന്റെ അകത്ത് ആത്മതലത്തിൽ അവന് തോന്നുകയാണ്, ഒരു റീസണും ഇല്ലാതെ തോന്നുകയാണ്,
എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. എന്നാൽ മാനുഷികമായി ചിന്തിച്ചാൽ ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാരണവശാലും ആ കുടുംബത്തോട് ദയ കാണിക്കേണ്ടവനല്ല. കാരണം അതുപോലത്തെ ഉപദ്രവമാണ് ശൗൽ തന്നോട് കാണിച്ചത്. ശൗലിന്റെ മകളായ മീഖളിനെ ദാവീദ് കല്യാണം കഴിച്ച ഒറ്റ കാരണം കൊണ്ട് ദാവീദിന്റെ കുടുംബജീവിതം പോലും താറുമാറായി പോയി. ജീവനുള്ള ദൈവത്തെ ആരാധിച്ച കാരണം കൊണ്ട് ഒന്ന് ഓർത്തു നോക്കിയ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഈ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൊട്ടി നൃത്തം ചെയ്ത് പാടുന്നത്? നിങ്ങളുടെ പദവി നിങ്ങൾ നോക്കണ്ടേ എന്ന് പറയുന്ന ഒരു ഭാര്യ വീട്ടിനകത്തുണ്ടെങ്കിൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? അങ്ങനെ ആരാധനയെ നിന്ദിക്കുന്ന ദൈവഭയമില്ലാത്ത ഒരു മീഖളിനെയാണ് ദാവീദ് വിവാഹം കഴിച്ചത്. അത് ശൗലിന്റെ മകളാണ്. ശൗലിന്റെ മകളായ മീഖൾ ദാവീദിനെ ആക്ഷേപിച്ച കാരണം കൊണ്ട് മീഖളിന്റെ ഗർഭപാത്രം അടഞ്ഞുപോയി. തലമുറകളില്ലാതെ അവൾ ശാപഗ്രസ്തയായി മാറിയെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ എല്ലാ നിലകളിലും ശൗലിന്റെ കുടുംബം ദാവീദിന് ഉപദ്രവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ശൗലിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ യോനാഥാൻ ദാവീദിന് അനുകൂലമായിരുന്നു. നിങ്ങൾക്കറിയാമോ, യോനാഥാൻ എന്ന് പറയുന്ന മനുഷ്യൻ ശൗലിന്റെ പുത്രൻ. ശൗൽ കഴിഞ്ഞാൽ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്രായേലിനെ നയിക്കേണ്ടവനായിരുന്നു. എന്നാൽ ഈ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദാവീദേ, നീ യഹോവയുടെ അഭിഷിക്തനല്ലോ, നീ ഒന്നാമനായി നിൽക്കണം, ഞാൻ രണ്ടാമനായിക്കോളാം. നിങ്ങൾക്കറിയാമോ, ശൗൽ എന്ന് പറയുന്ന യോനാഥാന്റെ അപ്പൻ ദാവീദിനെ കൊന്നുകളഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് യോനാഥാനാണ്, അതിന്റെ നന്മ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മരിക്കാൻ പാടില്ല. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ പദ്ധതികൾ ഒരുക്കിയ സമയങ്ങളിലെല്ലാം യോനാഥാൻ ദാവീദിന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ദാവീദേ, നീ ഒന്നാമനാകണം, എനിക്ക് രണ്ടാമനായാ മതി. ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുവാനും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവസന്നിധിയിൽ താഴുവാനും തമ്പുരാന്റെ സാന്നിധ്യത്തിൽ തന്നെ താൻ തോൽക്കാനും തയ്യാറാകുന്നവന്റെ തലമുറയെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. കാലങ്ങൾ പലത് പിന്നിട്ടു, വർഷങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം ദാവീദ് രാജാവിന്റെ ഹൃദയത്തിനകത്ത് തോന്നുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ കരുണ കാണിക്കണം. ഉടനെ ദാവീദ് കൊട്ടാരത്തിൽ അന്വേഷിക്കുകയാണ്. കൊട്ടാരത്തിൽ അന്വേഷിക്കുമ്പോൾ ശൗലിന്റെ വീട്ടിൽ നിന്ന് ശൗലിന്റെ ഭൃത്യനായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ദാവീദിന്റെ കൊട്ടാരത്തിൽ പണിയെടുക്കുന്നുണ്ട്, ദാവീദിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. മുൻപ് ഈ മനുഷ്യൻ ശൗലിന്റെ ഭൃത്യനായിരുന്നു, ഇപ്പോൾ ഈ മനുഷ്യൻ ദാവീദിന്റെ ഭൃത്യനാണ്. ആ മനുഷ്യന്റെ പേരാണ് സീബ. സീബായെ ദാവീദ് വിളിക്കുകയാണ്. ദാവീദ് സീബായെ വിളിച്ച് ചോദിക്കുന്നു, സീബ, എനിക്ക് യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ കരുണ കാണിക്കണം. ഇനി ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഉടനെ സീബ പറയുകയാണ്, യജമാനനെ, ഇനി ശൗലിന്റെ കുടുംബത്തിൽ ഒരൊറ്റയാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് യോനാഥാന്റെ മകനായ മെഹീബോശത്താണ്. എന്നാൽ ആ ഭാഗം സീബ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വേദപുസ്തകം വ്യക്തമാക്കുന്നു, സീബ രാജാവിനോട് അവൻ എവിടെയെന്ന് ചോദിച്ചതിന് അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട്. വേദപുസ്തകം പറയുന്നു, സീബ രാജാവിനോട് പറയുന്നു, യോനാഥാൻ ഒരു മകനുണ്ട്, പക്ഷേ അവന് 2 കാലും മുടന്താണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ?
ഞാൻ നിങ്ങളെ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത് വളരെ സിമ്പിളായി നിങ്ങളോട് പറയുന്നത്. സീബ പറയുന്നു, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ഒരാളുണ്ട്, ഒറ്റയാളേ ഉള്ളൂ, അത് യോനാഥാന്റെ മകനായ മെഹീബോശത്താണ്. ഇത് പറഞ്ഞ് തീർക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ്, പക്ഷേ അവന്റെ രണ്ട് കാലും മുടന്താണ്. എന്താണ് സീബ മെഹീബോശത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അവന്റെ രണ്ട് കാലും മുടന്താണ് എന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? ദാവീദിന്റെ കാലത്ത് ദാവീദ് രാജാവിന് ഇഷ്ടമില്ലാത്ത, നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദാവീദിന് രാജാവിന് കണ്ണെടുത്താ കണ്ടുകൂടാത്ത രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് കുരുടന്മാർ, രണ്ട് മുടന്തന്മാർ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ പാസ്റ്ററെ. 2 ശമൂവേൽ 5-7-8 വാക്യങ്ങൾ. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അത് തന്നെ ദാവീദിന്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും എങ്ങനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ദാവീദിന് വെറുപ്പായുള്ള കുരുടരെയും മുടന്തരെയും. അപ്പൊ ദാവീദിന് ആരെ ഇഷ്ടമല്ല? കുരുടരെയും മുടന്തരെയും. അടുത്ത വാക്യം എന്നാ എഴുതിയിരിക്കുന്നേ? അന്ന് ദാവീദ് വേർഡ് 8 പ്ലീസ്. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ല് നടപ്പായി. ഈ വീടിന്റെ ഫ്രണ്ടിൽ, ചില വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇതുപോലെ ദാവീദിന്റെ കൊട്ടാരത്തിന്റെ വാതിലിൽ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുരുടർക്കും മുടന്തർക്കും പ്രവേശനമില്ല. ആമേൻ. അതിന്റെ റീസൺ ഒത്തിരി ഉണ്ട്, അതിലേക്ക് പോകാൻ നേരെയില്ല. കുരുടർക്കും മുടന്തർക്കും പ്രവേശനം ഇല്ല. അപ്പം സീബ ദാവീദിനോട് പറയുന്നു, ദാവീദ് രാജാവേ, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ഒരാൾ അവശേഷിക്കുന്നുണ്ട്, അത് മെഹീബോശത്താണ്, യോനാഥാന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് കയറ്റി വെച്ച് പറയുകയാണ്. പക്ഷേ അവന് രണ്ട് കാലും മുടന്താണ്. അവന് രണ്ട് കാലും മുടന്താണ് എന്ന് ദാവീദിനോട് പറയുമ്പോ ഈ ഫയല് റിജക്റ്റ് ആകേണ്ടതാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അവന് രണ്ട് കാലും മുടന്താണെന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ അതോടുകൂടെ ക്ലോസ് ആകേണ്ടതാണ്. പക്ഷേ അവന് രണ്ട് കാലും മുടന്താണെന്ന് പറഞ്ഞിട്ടും അവനെ കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആത്മതലത്തിൽ ട്രിഗർ ചെയ്തതാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ ഒരു മനുഷ്യനും ഒരു നിയമങ്ങൾക്കും തടയാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ ഒരു ആഭിചാരകനും ഒരു മന്ത്രവാദിക്കും ഒരു പൈശാചിക ശക്തികൾക്കും ഇന്ന് രാത്രി തടുക്കുവാൻ കഴിയുകയില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയതിനെ ഒരു ഇരുളിന്റെ ശക്തികൾക്കും ബന്ധിക്കുവാൻ കഴിയുകയില്ല. അവൻ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും അത് തുറക്കുന്നില്ല. ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ചെയ്യുന്നവർ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തിയ ജനങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറ.